US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒരു പ്രധാന പ്രഖ്യാപനം നടത്തി. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് പുതിയ നികുതികൾ ചുമത്താൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 26% നികുതി ഈടാക്കും. എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെയല്ല ഈ നികുതി. അമേരിക്ക ഈടാക്കുന്ന നികുതിയുടെ ഏകദേശം പകുതിയായിരിക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കുക. വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ട്രംപ് ഒരു ചാർട്ട് കാണിച്ചു. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പുതിയ നികുതി ചുമത്തുന്നത് എന്ന് അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ഓരോ രാജ്യവും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് എത്ര നികുതി ഈടാക്കുന്നുണ്ടെന്നും അതിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 52% നികുതി ഈടാക്കുന്നുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 9 രാവിലെ 12:01 മുതൽ പുതിയ പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരുമെന്ന് റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച് ഒരു മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. അതായത് ഏപ്രിൽ 9 മുതൽ ഈ നിയമം നടപ്പിലാകും. പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ US സന്ദർശിച്ച കാര്യം ട്രംപ് ഓർമ്മിപ്പിച്ചിരുന്നു. മോദി തന്റെ വലിയ സുഹൃത്താണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇന്ത്യ US-നെ ശരിയായി പരിഗണിക്കുന്നില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കാരണം ഇന്ത്യയുടെ നികുതികൾ വളരെ ടഫാണെന്നാണ് ട്രംപ് പറയുന്നത്. എല്ലാ ഇറക്കുമതികൾക്കും കുറഞ്ഞത് 10% നികുതി ഈടാക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. US-മായി വലിയ വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങൾക്ക് ഉയർന്ന നിരക്കിലുള്ള നികുതി നൽകേണ്ടി വരും. ഈ പകരച്ചുങ്കങ്ങൾ 10% മുതൽ 49% വരെ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ താരിഫ് നിരക്ക് 0 നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിർമ്മിക്കുക, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ US വിപണിയിൽ പ്രവേശിക്കാൻ താരിഫ് നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഉണ്ടാകില്ല. പലപ്പോഴും കച്ചവടത്തിൽ ശത്രുവിനേക്കാൾ മോശമാണ് സുഹൃത്ത്. വ്യാപാര കമ്മി ഇനി വെറുമൊരു സാമ്പത്തിക പ്രശ്നമല്ല, അതൊരു ദേശീയ അത്യാഹിതമാണ്. ഞങ്ങളൊടുവിൽ അമേരിക്കയെ ഒന്നാമതാക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. US-ൽ വിദേശ നിർമ്മിത വാഹനങ്ങൾക്ക് 25% നികുതി ഈടാക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇത് ഏപ്രിൽ 3 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതിലൂടെ US-ന് പുറത്തുള്ള വാഹനങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. US നികുതിദായകർ 50 വർഷത്തിലേറെയായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഈ പകരച്ചുങ്കം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്ന അമേരിക്കൻ പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങൾ സമ്പന്നരും ശക്തരുമാകുമ്പോൾ കാഴ്ചക്കാരായി ഇരിക്കേണ്ടി വന്നു. അതിൽ പലതും നമ്മുടെ ചെലവിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ഞങ്ങളുടെ അവസരമാണ്. താരിഫുകൾ ഞങ്ങൾക്ക് വളർച്ച നൽകുമെന്നും ട്രംപ് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. ഏപ്രിൽ 2 US-നെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും കാര്യത്തിൽ വിമോചന ദിനമാണെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. തന്റെ താരിഫ് നയം പകരച്ചുങ്കമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കടുത്ത നടപടികൾ എടുക്കാമായിരുന്നുവെന്നും ഇത് പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 34% നികുതിയും, യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 20% നികുതിയും, ദക്ഷിണ കൊറിയയിൽ നിന്ന് 25% നികുതിയും, ജപ്പാനിൽ നിന്ന് 24% നികുതിയും, തായ്വാനിൽ നിന്ന് 32% നികുതിയും ഈടാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. പ്രഖ്യാപനത്തിന് ശേഷം പകരച്ചുങ്കം സംബന്ധിച്ചുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയാൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യൻ കയറ്റുമതിക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഇത് വിപണികളെ ആശങ്കയിലാക്കിയിട്ടുമുണ്ട്. കയറ്റുമതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കച്ചവടക്കാർക്ക് ഇത് വലിയ നഷ്ടം വരുത്തിവെക്കും. എന്നാൽ SBI ഗവേഷണ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്ക് വലിയ ആഘാതമുണ്ടാകില്ല എന്നും പറയുന്നുണ്ട്. US താരിഫുകൾ കയറ്റുമതിയിൽ 3 മുതൽ 3.5% കുറവുണ്ടാക്കിയേക്കാം. പക്ഷേ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയുടെയും സേവന മേഖലയുടെയും വളർച്ച ഈ പകരച്ചുങ്കത്തിന്റെ ആഘാതം കുറക്കും. ഇന്ത്യ കയറ്റുമതി മേഖലയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതിയ വിതരണ ശൃംഖല ഉപയോഗിക്കുന്നു. യൂറോപ്പിൽ നിന്ന് US-ലേക്കുള്ള ഒരു കോറിഡോർ മിഡിൽ ഈസ്റ്റ് വഴി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും SBI റിസർച്ച് ചൂണ്ടിക്കാട്ടി. പകരച്ചുങ്കം പ്രഖ്യാപനത്തിന് മുമ്പ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു. ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിന് വേണ്ടി ചർച്ചകൾ നടത്തിയിരുന്നു. ഈ വർഷം അവസാനത്തോടെ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാനും 2030 ഉഭയകക്ഷി വ്യാപാരം $500 ബില്യൺ ആക്കാനും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്.